കിടക്കുന്നതിന് മുന്നേ മാവൻ ചോട് ക്ലീൻ ചെയ്യണമെന്ന കാര്യമാണ് ആലോചിച്ചത്. ஆமா സമ്മതിക്കണം കേട്ടാ. லிச்சு நம்மளுக்கு பிடிச்ச வேலை நம்ம பண்ணறச்ச நம்மளுக்கு ரொம்ப சந்தோஷம்தான். அதனால படுக்கிறதுக்கு முன்னாடி நான் யோசிப்பேன் என்னெல்லாம் பண்ணணும்னு. എന്നിട്ട് കാലയില അത് முதல்ல பண்ணி முடிப்பேன். ആന്റി പറഞ്ഞതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്തെ 80% ആൾക്കാരും ചെയ്യാൻ താല്പര്യമില്ലാത്ത ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. அப்படியா நீ சொல்ற? ஆமா. எனக்கு ஆனா இந்த ஜாப் எல்லாம் பண்ணா ரொம்ப பிடிக்கும். ஹாய். ஹாய் மெர்லின், ரொம்ப நாளா சொன்ன பாத்துட்டு. ஏன் வராம இருக்க? ഒന്നുമില്ല. ஒண்ணும் இல்லையா? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. എന്ത് പറ്റി? ஓகே ஆன மாதிரி தெரியலையே, சிரிப்பு கொஞ்சம் கம்மി. ഒന്നുമില്ല ചുമ്മാ. അങ്ങനെ ഒന്നുമില്ലായി ഒന്നുമില്ല. എന്താണ് മുഖത്തിന് മ്ലാനത? ഒന്നുമില്ല ചേച്ചി. കാര്യം പറ. അത് പറ. ഡാഡിയും മമ്മിയും തമ്മിൽ രാവിലെ ഒരു ചെറിയ വഴക്കുണ്ടായി. ഇടയിൽ കയറിന് എനിക്കും കുറെ ചീത്തയിട്ടു. മൂഡ് പോയി. ഈ ഡാഡി മൊത്തത്തിൽ വിഷയമാണല്ലേ. ഞാൻ പറഞ്ഞാലാണ് ആകെ ഡാഡി കേൾക്കുന്നത്. ഇപ്പൊ എന്നോടുള്ള താല്പര്യവും പോയി തുടങ്ങി. അത് പിന്നെ സാഹചര്യം അങ്ങനെയാണല്ലോ, അതുകൊണ്ടാ. ആ വന്നല്ലോ നമ്മുടെ കഥാനായകൻ. എന്താണ് രാവിലെ തന്നെ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല ചുമ്മാ വന്നതാ. கேசு, அது மெர்லினோட அப்பா அம்மா சண்டை போட்டிருக்காங்களாம். அதனால அதெல்லாம் பார்த்துட்டு வருத்தமா வந்திருக்கா. അയ്യോ മുരളി അടിയായ? എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്തോ താങ്ങനെ ഡെസ്പാവല്ലേ? എന്തൊരു പ്രശ്നമാണെങ്കിലും തറ കൂടെ അല്ലേ പറഞ്ഞ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ പറയാൻ പറ്റില്ല, ചിലതൊക്കെ ആകാശത്തെ കൂടെ വരും. ചേച്ചി ഇങ്ങോട്ട് മാറി മാറി ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് താ സമാധാനപ്പെട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. നമ്മളില്ലേ കൂടെ അല്ലേ ചേച്ചി? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ മെർലിന്റെ എല്ലാ പ്രശ്നവും നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ കുഴിപ്പടുത്തു പോവും. മെർലിനെ പറ്റുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാം. அது நியாயம். என்னன்னா நமக்கு முடிஞ்ச பிரச்சனை எல்லாம் நம்ம ஹேண்டில் பண்ணலாம்ல. മുടിഞ്ഞ പ്രശ്നമൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അതൊക്കെ വിട്. തൈരി താന്നിരുന്ന് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതി. അപ്പോൾ തന്നെ ഡാഡിയും മമ്മിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തരും. തനിക്ക് എത്ര നേരം വേണേലും ഇവിടെ ഇരുന്ന് ഒരു പ്രശ്നമില്ല അല്ലേ ചേച്ചി? അങ്ങനെ ഇരിക്കാനും പറ്റൂല. എടാ മെർലിനെ തപ്പിട്ട് കണ്ടില്ലെങ്കിലും മെർലിന്റെ ഡാഡി കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വരും അന്വേഷിച്ച്. അത് പിന്നെ വേറെ വലിയ പ്രശ്നം അങ്ങനെ ഒന്നും. മെർലിനെ താൻ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ചേച്ചി രാവിലെ മുതൽ ഭയങ്കര ഇടം തിരിഞ്ഞ് നിൽക്കാം, അതുകൊണ്ടാ. ആ ഫുഡ് വല്ലതും കഴിച്ചായിരുന്ന രാവിലെ? അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ഫുഡ് കഴിച്ചില്ലേ? ഇല്ല. ஐயோ மெர்லின் ஒன்னும் சாப்பிடலையா? நான் ஏதாவது ஸ்பெஷல் சமைச்சு கொடுக்குறேன், நீ வாமா சாப்பிட்டுட்டு போலாம். വാ മെർലിൻ വാ ഫുഡ് കഴിക്കാന്ന്. കനാനി വാ പെട്ടെന്ന്. நான் ஸ்பெஷல் பண்றேன். പിന്നെ തക്കാളി ചമ്മന്തി. ഓടാ തക്കാളി ചമ്മന്തി ഇപ്പൊ സെറ്റ് ചെയ്യാം. ശരിക്കും ഓക്കെ ആണോ? ഓക്കെ ചേച്ചി. വീട്ടിലാ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. ഇവിടെ എല്ലാരും എന്റെ അടുത്താണ് ഷെയർ ചെയ്യാറ്, അതുകൊണ്ട് പറഞ്ഞതാ. கொஞ்சம் கூட മതി 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 ആന്റി, മതി മതി മതി. எங்க கறியெல்லாம் உனக்கு பிடிச்சதா? അടിപൊളിയായിട്ടുണ്ട്. உங்க வீட்டுல இப்படிதான் வைப்பாங்களா? ഇതുപോലെയൊക്കെ തന്നെ. ഇവിടെ നിന്ന് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ പോയിരുന്നു കഴി. ഇവിടെ നിന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാ. നിങ്ങളെല്ലാരും ഇവിടുന്ന് കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. കുറച്ചാള് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അതിനി കുറച്ചാളൊന്നും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. அது என்ன மெர்லின் அப்படி சொன்ன? ഒന്നുമില്ല ആന്റി, ഞാനൊരു സാധ്യത പറഞ്ഞതാ. ആന്റി എന്തോ പുകയുന്നുണ്ടല്ലോ, ആളി കത്തോ? ആളി കത്താനും കത്താതിരിക്കാനും സാധ്യതയുണ്ട്. என்ன மெர்லின், கேஷோட பேர்ல ஏதா பிரச்சனை நடந்ததா வீட்டுல? അങ്ങനെയൊന്നുമില്ല. ഞാൻ ஆமா. എന്താ നിങ്ങളോട് വേറെന്തെങ്കിലും കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു? എന്നെ കണ്ടപ്പോ അങ്ങ് നിർത്തി. ഇല്ല അമ്മൂമ്മ, ഞങ്ങൾ വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. അമ്മൂമ്മ എന്തോ വരയിട്ട് എന്റെ കഴുത്തിൽ നല്ല സംശയം. അതങ്ങനെയല്ലേ പാറു, പ്രായമായി വരുമ്പോ ഇതുപോലെ മറവിയും സംശയമൊക്കെ ഉണ്ടാവും. അത് സാധാരണയല്ലേ. ആർക്ക് പ്രായമായെന്ന്? കൊച്ചാള് കൊള്ളാമല്ലോ.
ஐயோ நம்ம அம்மா வந்து ரொம்ப சுறுசுறுக்கா ஓடிட்டு இருப்பாங்க. അമ്മക്ക് പ്രായമല്ല ഇല്ല ഇല്ലമ്മ. ആ അതൊന്നും ഇവിടെ ആർക്കും പിടിക്കത്തില്ലല്ലോ. അയ്യോ അമ്മമ്മ, ഞാൻ അമ്മമ്മനെ ഉദ്ദേശിച്ച് പറഞ്ഞു എന്നല്ല. അയ്യോ ഞാൻ മോളെ ഉദ്ദേശിച്ചും പറഞ്ഞല്ല, ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രായമായി കഴിഞ്ഞാൽ ഒരു മൂലയെ പിടിച്ചിരുത്തുമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആഹാ, ആ ഇവിടെ ഒന്നും ചോറ് കഴിക്കണ? ആടാ ടേബിളിൽ പോയി ഫുഡ് കഴിക്കുന്നത്. ഏയ്, ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക രസാ. கேசு, மெர்லின் வந்து நம்ம வீட்டு பொண்ணு மாதிரி தானே, அதனால எங்க இருந்து சாப்பிட்டாலும் என்னடா. നമ്മ വീട്ടു പൊണ്ണു മാതിരി അല്ല, നമ്മ വീട്ടു പൊണ്ണത്താ. ഞാനേ പുറവശത്ത് കുറച്ച് മുള ഉണക്കാനിട്ടുണ്ടായിരുന്നു, അത് ആരെങ്കിലും പോയി നോക്കിയായിരുന്നു? കാറ്റടിച്ച് പറന്നു പോയി കാണും അതിപ്പോ. നോക്കിയില്ല. ചേച്ചേട്ടാ പോയി നോക്ക്. അയ്യോ കേശടന് ഇപ്പൊ അതിന് സമയമില്ലല്ലോ. ബാ പാറു, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഞാനാ ആ വന്നാട്ടെ, ഇങ്ങോട്ട് കൂടെ വന്നാട്ടെ, അതൊക്കെ കണ്ടു പഠിക്കണം. ബാ. ഞാൻ നോക്കായിരുന്നു. വേണ്ട. மெர்லின், நீ வந்து மெதுவா சாப்பிட்டுட்டு போனா போதும். എന്തായാലും ഡിന്നറൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കഴിച്ചിട്ട് വേണം പോണോ പോണ്ടയോ എന്നൊക്കെ ആലോചിക്കാൻ. வர வர കോമഡി മൂഡിൽ இருக்க மெர்லின். കോമഡി ഒന്നല്ല ആൻറ്റി, ഫുൾ ട്രാജഡി അല്ലേ. കോമഡി ട്രാജഡി, நல்ல കോമ്പിനേഷൻ. എന്തോന്ന് കനകാന്റി ഇത്? இல்லடா, அவ பேச்சு எனக்கு ரொம்ப பிடிக்கும்டா செல்லம். അതെനിക്ക് ரொம்ப പിടിക്കും. അത് വിട്. ஐயோ என்னோட போன் அடிக்குது, சந்தன மாதிரி கூப்பிட்டு இருப்பா, நான் ஒன்னு பாக்கட்டும். ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.